നിങ്ങൾക്കറിയോ 200 സ്ത്രീകളിൽ ഒരാൾക്ക് കളർ വിഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ പുരുഷന്മാരിൽ അത് 12 പേരിൽ ഒരാൾക്കാണ്. ഇത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കാണുന്ന ഈ കളർഫുൾ ലോകത്തെ എല്ലാവരും ഇതുപോലെ കളർഫുൾ ആയിട്ടാണോ കാണുന്നത്? നിങ്ങളിൽ പല ആളുകൾക്കും ഇത്തരത്തിൽ കളറുകൾ തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഭൂരിഭാഗം ആളുകൾ ഇത് തിരിച്ചറിയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കളർ വിഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ട്രാഫിക് സിഗ്നലിലെ ലൈറ്റുകൾ, റോഡിലെ കാറിന്റെയും ടൂറിസ്റ്റ് ബസിന്റെയും കളറുകൾ, ഇതൊന്നും സാധാരണ ഒരാൾ കാണുന്നത് പോലെ കാണാൻ സാധിക്കാത്തത് നിങ്ങൾ കരുതും പോലെ അത്ര ചെറിയൊരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് നോക്കാം. എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ കാണുന്ന വെളിച്ചം എന്നുള്ളത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണല്ലോ. ഇത്തരത്തിലുള്ള ഒരു പ്രകാശം കണ്ണിനുള്ളിലെ റെറ്റിനയിൽ പതിക്കുന്ന സമയത്ത് ഇതിനെ അബ്സോർബ് ചെയ്യുന്നതിനായി റെറ്റിനയിൽ 3 തരത്തിലുള്ള കോൺ സെല്ലുകൾ ഉണ്ട്. റെഡ്, ഗ്രീന്, ബ്ലൂ. റെഡ് കോൺ സെല്ലുകൾ റെഡിന്റെ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഗ്രീൻ കോൺ സെല്ലുകൾ ഗ്രീൻ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇതുപോലെ തന്നെ ബ്ലൂവിന്റെ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റുകളെയും അബ്സോർബ് ചെയ്യും. ഇത് പ്രോസസ് ചെയ്ത് ബ്രെയിൻ നമുക്ക് കളറുകളാക്കി കാണിച്ചു തരും. ഇതാണ് കളർ വിഷന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇതിൽ റെഡ് ആൻഡ് ഗ്രീൻ കോൺ സെല്ലുകൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓപ്സിൻ എന്ന് പറയുന്ന ജീൻ ക്രോമസോം എക്സിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. മെയിൽസിൽ XY പാറ്റേണും ഫീമെയിൽസിൽ XX പാറ്റേണും ആണല്ലോ. സോ സെക്സ് ക്രോമസോമിലെ X ക്രോമസോം കളർ വിഷൻ ഡെഫിഷ്യന്റ് ആയാൽ മെയിൽ ബിക്കം കളർ ഡെഫിഷ്യന്റ്. പക്ഷേ ഫീമെയിലിൽ ഒരു X ക്രോമസോം അഫക്റ്റഡ് ആണെങ്കിലും ദേ ഹാവ് ആൻ അനദർ കോപ്പി ഓഫ് X ക്രോമസോം. ഇവിടെ അൺഎഫക്റ്റഡ് ആയിട്ടുള്ള X ക്രോമസോം ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കുറവ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളത്. കളർ വിഷന്റെ ടെസ്റ്റുകളും സൊല്യൂഷനും ഇതിന്റെ കൂടെ തന്നെയുള്ള വീഡിയോയിലുണ്ട്. ഓക്കെ, ബൈ. നന്ദിയുണ്ടേ.